രാജ്യം ധ്രുവീകരണത്തിന്റെ ഭാരം പേറുന്ന മോശം കാലത്ത് ദേശീയ തലത്തിൽ ഇടതുപക്ഷത്തിന്റെ ശബ്ദവും മുഖവുമായിരുന്നു സീതാറാം യെച്ചൂരി. കക്ഷിഭേദമന്യേ ഏവരും ആദരിച്ച വ്യക്തിത്വം. നിലപാടുകളുടെ കൃത്യതയാണ് യെച്ചൂരിയുടെ വാക്കുകൾ. മതേതരത്വത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വക്താവായ യെച്ചൂരിയുടെ വിടവാങ്ങൽ തീർക്കുന്ന ശൂന്യത ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നികത്താനാകാത്തതാണ്. ഇന്ത്യൻ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സൂര്യശോഭ അസ്തമിച്ചു. സൗഹാർദ്ദവും സഹവർത്തിത്വവുമാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ ആണിക്കല്ലെന്ന് ആണയിട്ട ശബ്ദം അനശ്വരതയിൽ ലയിക്കുന്നു. സീതാറാം യെച്ചൂരി ഓർമ്മയാകുമ്പോൾ ഇന്ത്യൻ മതേതര ജനാധിപത്യ രാഷ്ട്രീയം അത്ര കണ്ടു ശൂന്യമാവുകയാണ്. ഇടതുപക്ഷത്തെ ദേശീയ രാഷ്ട്രീയത്തിൽ നിർണായകമാക്കിയ ഹർകിഷൻ സിംഗ് സുർജിത്തിനൊപ്പമുള്ള പ്രവർത്തന പരിചയമാണ് യെച്ചൂരിയുടെ രാഷ്ട്രീയ കൈമുതൽ. 2004 BJPയെ ഭരണത്തിൽ നിന്നകറ്റാനായി ഒന്നാം UPA സർക്കാരിൻ്റെ ശില്പിയായി മാറിയപ്പോൾ യെച്ചൂരിയായിരുന്നു സുർജിത്തിൻ്റെ നിഴൽ. 2008 സുർജിത്ത് വിടവാങ്ങിയതോടെ UPA ഇടത് ബന്ധത്തിലെ സുപ്രധാന കണ്ണിയായി യെച്ചൂരി. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ഏറ്റവും അടുപ്പമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവുമായി. (2005) മുതൽ 2017 വരെ 12 വർഷം രാജ്യസഭയിൽ ഇടത് മതേതര രാഷ്ട്രീയത്തിന്റെ അവഗണിക്കാനാകാത്ത ശബ്ദമായി നിറഞ്ഞു നിന്നു. അനൗദ്യോഗിക പ്രതിപക്ഷ നേതാവായി പോലും ദേശീയ രാഷ്ട്രീയം യെച്ചൂരിയെ കണക്കാക്കി. 3ാം തവണയും യെച്ചൂരിക്ക് രാജ്യസഭാംഗത്വം നൽകാൻ പാർട്ടി വിസമ്മതിച്ചപ്പോൾ കക്ഷി വ്യത്യാസമില്ലാതെ ചോദ്യങ്ങളുയർന്നതും രാജ്യം കണ്ടു. 2015 വിശാഖപട്ടണത്ത് നടന്ന 21ാം പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് ഒഴിയുമ്പോൾ പിൻഗാമി ആരെന്നതിൽ ആർക്കും സന്ദേഹമുണ്ടായിരുന്നില്ല. CPMന്റെ 5ാമത് ജനറൽ സെക്രട്ടറിയായി 62ാം വയസ്സിൽ സീതാറാം യെച്ചൂരി സ്ഥാനമേറ്റു. പുതിയ കാലത്തിന്റെ വെല്ലുവിളിയെ നേരിടുന്നതിൽ വിശാലമായ രാഷ്ട്രീയ ചിന്തയാണ് പ്രായോഗികമെന്ന യെച്ചൂരിയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളെ സ്വന്തം നേതാക്കൾ വിശ്വസിക്കാത്തതാണ് പാർട്ടിക്കകത്ത് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോഴും ചെങ്കൊടിയുടെ കടിഞ്ഞാണേന്താൻ യെച്ചൂരി തന്നെ മതിയെന്ന് 3ാം തവണയും പാർട്ടി ഐക്യകണ്ഠേന ഉറപ്പിച്ചു. 2021 ഏപ്രിലാണ് മകൻ ആശിഷ് യെച്ചൂരിയെ കോവിഡ് അകാലത്തിൽ കവർന്നത്. കലുഷിതമായ രാഷ്ട്രീയ അടിയൊഴുക്കുകളിലും അടിപതറാത്ത നേതാവ് അന്ന് ആദ്യമായി ദുർബലനായി കണ്ടു. 3 വർഷത്തിനിപ്പുറം മകൻ മടങ്ങിയ ലോകത്തേക്ക് സീതാറാം യെച്ചൂരിയും മടങ്ങുന്നു. മതേതര ജനാധിപത്യ ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വക്താവ് അനശ്വരതയിൽ ലയിക്കുന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.